ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ മാസം തുടങ്ങിയിട്ട് പ്രൈസ് ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് നിൽക്കുന്നത് അല്ലേ. ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞ ആഴ്ച ആണ് പ്രൈസ് ചെയ്യുന്നത്. ഈ ആഴ്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീക്കിലി ഒരു ബിയറിഷിലേക്കാണ് പ്രൈസ് വന്നത്. അത് ഓൾറെഡി നമുക്കറിയാം, പ്രൈസ് കുറച്ച് നാളായിട്ട് നല്ല ബിയറിഷിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതനുസരിച്ച് ചില സ്ഥലങ്ങൾ നല്ല രീതിയിൽ ബുള്ളിഷിലേക്ക് വരും. നമുക്ക് ഈ ഒരു കുറച്ചാഴ്ചയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, താഴേക്ക് വരുന്ന ക്യാൻഡിലിൻ്റെ എല്ലാം നല്ല രീതിയിൽ ഉണ്ട് അല്ലേ. നല്ല രീതിയിൽ ലിക്വിഡിറ്റി ഗ്രാബ് നടത്തി പ്രൈസ് കയറുക. അതായത് ഇവിടെ നിന്ന് പ്രൈസ് നല്ലൊരു ബുള്ളിങ് പ്രഷർ പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കാണുന്നുണ്ട്. ചില ദിവസങ്ങളിൽ മാത്രമേ എന്തുള്ളൂ ഈ പറയുന്ന ബോഡി ആയിട്ടൊക്കെ തന്നെ അവിടെ ക്ലോസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു ബൈയിങ് പ്രഷർ ഉണ്ട്. ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ താഴേക്ക് വരുമ്പോൾ ആൾക്കാർ നല്ല രീതിയിൽ ബൈ ചെയ്യും. ആ ഒരു ഇതാണ്. പക്ഷേ ഇനിയും പ്രൈസ് താഴേക്ക് വരുമോ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞ് ഇനിയും പ്രൈസ് താഴേക്ക് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഈ നിൽക്കുന്ന പൊസിഷനിൽ കയറാനുള്ളത് അല്ലെങ്കിൽ ഇവിടെ എടുക്കാൻ പറ്റുന്ന ട്രേഡിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമുക്ക് 5 ദിവസം എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 3 ദിവസം പ്രൈസ് എന്ത് ചെയ്തു, നല്ല രീതിയിൽ താഴേക്ക് പോകുന്നു. അതിനുശേഷം പ്രൈസ് ഒന്ന് കയറി വന്നു. എന്തുകൊണ്ടാണ് ആ പ്രൈസ് കയറിയെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ പ്രൈസ് ആ ഒരു മൂവ്മെൻറ്റ്സ് എടുത്തത് തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ ആ ഒരു 4 ഹവറിൻ്റെ ഓബിലും പബ്ലിക് ഗ്രൂപ്പിലേക്ക് വരെ ഇട്ടിട്ടുള്ള ഒരു ട്രേഡായിരുന്നു. നല്ല ട്രേഡായിരുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ 4 ഹവർ നമുക്ക് ഇന്ത്യണലൊന്നും ബൈയുടെ പറയാനൊന്നുമില്ല. നേരെ നമുക്ക് 1 ഹവറിലേക്ക് വരാം. 1 ഹവറിലാണെങ്കിൽ നമുക്ക് ഇന്ത്യണലല്ല, അല്ലാതെ നമുക്ക് മെയിൻ സ്ട്രക്ചറൊന്നും നമുക്ക് എടുക്കാനില്ല. 1 ഹവറിലാണെങ്കിൽ 1 ഹവറിൻ്റെ ഓൾറെഡി 1 ഹവറിൻ്റെയും ഒരു ഒബിയിൽ നിന്നാണ് ഈ പ്രൈസ് ഇറങ്ങിപ്പോയേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കണമെങ്കിൽ ഇവിടെ ഈ ഒരു പൊസിഷൻ ലിക്വിഡിറ്റി. പക്ഷേ അതിനേക്കാൾ ബെറ്റർ ആൻഡ് ബെറ്റർ നമുക്ക് 50 മിനിറ്റിൻ്റെ പറയാം. ഓൾറെഡി ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്ന ലോ എടുക്കണമെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. ആ ലോ തന്നെ ആയിരുന്നു പ്രൈസ് വന്ന് കയറിപ്പോയത്. അതായത് 50 മിനിറ്റ് സ്ട്രക്ചർ ബുള്ളി സ്ട്രക്ചർ ആയിരുന്നു. ബുള്ളി സ്ട്രക്ചറിലെ പ്രൈസ് എക്സ്ട്രീം ഒബിയിലാണ് പ്രൈസ് വന്ന് മിറ്റിഗേഷൻ നടന്നത്. ആദ്യം ഈ ഒബിയിൽ വന്ന് ഡിസ്റ്റോബി വന്ന് ജസ്റ്റ് റിയാക്ട് ചെയ്തു, വീണ്ടും റിയാക്ട് ചെയ്തു. അപ്പോഴും ഫെയിലായിട്ടില്ല. കഴിഞ്ഞ് നല്ല റിയാക്ഷനൊക്കെ തന്നെ നമുക്കൊരു വിധം പ്രോഫിറ്റൊക്കെ കിട്ടി. നേരെ വന്നു, ഇത് ഫെയിലായി കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ഇവിടെ ഒരു ഒബിയാണുള്ളത്. അതിൻ്റെ താഴെ വേറെ നേരത്തെ സ്ട്രക്ചറിൻ്റെ ഡിസിഷൻ ഒബി ഉണ്ട്. രണ്ടിലും പ്രൈസ് വന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ടച്ച് ചെയ്തിട്ടുണ്ട്. രണ്ടിലും വന്ന് പ്രൈസ് ടച്ച് ചെയ്തു. ഇവിടെ ഒരു ചേഞ്ച് ഓഫ് കാറ്ററും തന്നില്ല, ലിക്വിഡിറ്റി ഗ്രാബ്. അപ്പോൾ ശരിക്കും എന്തൊരു ഹൈ പ്രോബബിലിറ്റി ആയി അവിടെ നിന്ന് പ്രൈസ് വളരെ ഫാസ്റ്റായിട്ട് തന്നെ റിയാക്ട് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ നോക്കണമെങ്കിൽ ഇവിടെ 50 മിനിറ്റ് സെല്ലിലേക്ക് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ 50 മിനിറ്റ് ഇൻറ്റേണൽ ഉണ്ട്. നമുക്കിവിടെ നോക്കണമെങ്കിൽ ഏകദേശം ഇവിടെയൊക്കെ നമുക്കൊരു ഓബിയും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷേ അതിനേക്കാൾ ബെറ്റർ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഡേയുടെ ഹൈ എടുത്തിട്ടാണ് പ്രൈസ് ഇപ്പോൾ റിയാക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഗ്രൂപ്പിൽ പറഞ്ഞതാണ്. നമ്മൾ തേഴ്സ്ഡേ ട്രേഡ് എടുത്തിട്ടും ആ ഒരു പൊസിഷനിലൊക്കെ തന്നെ ഇങ്ങനെ നിന്നു. $20-30 മൂവ് ചെയ്ത് ഫ്രൈഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്താണ് പ്രൈസ് എന്ത് ചെയ്തത്, നല്ല രീതിയിൽ റിയാക്ഷൻ തന്നത്. നമുക്ക് ഈ ലോ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ടാർഗറ്റ്. പക്ഷേ അന്ന് തന്നെ എടുക്കാഞ്ഞതുകൊണ്ട് പിന്നെ നമുക്ക് ഈ ലോയാണ് മെയിനായിട്ട് ടാർഗറ്റ്. പക്ഷേ എൻ്റെ ഏകദേശം അടുത്ത് വരെ വന്നിട്ട് പ്രൈസ് കയറിപ്പോന്നു. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു ട്രേഡ് തന്നെയായിരുന്നു. ഇപ്പം ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 സൈഡിലേക്കും ഓപ്പർച്യൂണിറ്റി നമുക്ക് കാണുന്നുണ്ട് അല്ലേ. സെല്ലിലേക്കും കാണുന്നുണ്ട്, ബൈയിലേക്കും കാണുന്നുണ്ട്. പക്ഷേ ചില ദിവസങ്ങളിൽ പ്രൈസ് നല്ല രീതിയിൽ ബിയറിഷിലേക്ക് പോകുന്നു, നമുക്ക് നല്ല സെല്ലുകളൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല റിയാക്ഷന്. പക്ഷേ നമ്മൾ ഈ ഒരു റിയാക്ഷന് വേണ്ടി നോക്കി നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ വരുന്ന റിയാക്ഷൻ ചിലപ്പോൾ ഈ റിയാക്ഷൻ കണ്ടിട്ട് നമ്മൾ ഇവിടെ വന്ന് ട്രേഡ് എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള റിയാക്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇവിടം വരെ പ്രൈസ് വരാം, ഇച്ചിരി ലോങ് ടൈം ഹോൾഡ് ചെയ്യാമെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞ മൾട്ടിപ്പിൾ ടാർഗറ്റ് തന്നെ ഇടുക, പ്രീവിയസ് ലോ ഇടുക. നെക്സ്റ്റ് നമ്മളുടെ ഗോൾഡിൻ്റെ പൊസിഷനിലൊക്കെ വരുമ്പോൾ ടാർഗറ്റ് ബുക്ക് ചെയ്യുക. അതേപോലെ ഇവിടെ നിന്ന് പ്രൈസ് കയറിയപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഇവിടം വരെ പ്രൈസ് എന്തായാലും നല്ല രീതിയിൽ പോകും. അത് കറക്റ്റായിട്ട് പോയിട്ടുണ്ട്. അവിടെ നിന്ന് പ്രൈസ് തിരിച്ച് കയറി വന്നു. അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു ടാർഗറ്റൊക്കെ വരെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി. പിന്നെ ഈ ഒരു ട്രേഡ് ആണെങ്കിലും അന്നിട്ടു. ഫസ്റ്റ് 1-2 ചെറിയ ടാർഗറ്റുകൾ അടിച്ചു. നെക്സ്റ്റ് മോർണിംഗിൽ ഞാൻ ബ്രേക്ക് ഈവൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ലാസ്റ്റ് ഇട്ട ട്രേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊസിഷനിലായതുകൊണ്ട് തന്നെ ബ്രേക്ക് ഈവൻ ഹിറ്റ് ചെയ്തില്ല. നേരെ പ്രൈസ് താഴേക്ക് പോന്നു. ഈ TP അടിച്ചു. നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു, അതും TP അടിച്ചു. പിന്നെ ഏകദേശം ഫ്രൈഡേ ക്ലോസിങ് ആയതുകൊണ്ട് തന്നെ എല്ലാം ക്ലോസ് ചെയ്ത് കളഞ്ഞു, ഒന്നും ഹോൾഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇനിയും നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൈസ് ലിക്വിഡിറ്റി ഗ്രാബ് എടുത്തു, പ്രൈസ് കയറി വന്നു. പ്രൈസ് ഇനിയും കയറിപ്പോകാനാണെങ്കിൽ, പ്രൈസ് ഇറങ്ങി വരാൻ സാധ്യത ഇനിയും കയറിപ്പോകാനാണെങ്കിൽ ഈ ഒരു ഹൈ ഉണ്ട്. ഈ ഹൈ പ്രൈസ് 50 മിനിറ്റിൽ വന്ന് ബോഡി ബ്രേക്ക് ചെയ്യണമെങ്കിൽ പ്രൈസ് കുറച്ചും കൂടി കയറി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ പ്രൈസ് മൊത്തത്തിൽ കയറി പോകുന്നല്ല, ചിലപ്പോൾ ഈ ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ വീണ്ടും പ്രൈസ് താഴേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത കൂടുതല. അല്ല, പ്രൈസ് താഴേക്ക് പോകുന്ന കഴിഞ്ഞാൽ ഈ ലോ എടുക്കുമ്പോൾ പ്രൈസ് കുറച്ചും കൂടി 4000 എന്നുള്ളത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയും നമ്മളവിടെ കാണുന്നു. 4000 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് അപ്പം തന്നെ നല്ലൊരു ബൈയിങ് പ്രഷർ കാണാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 4000 ഒക്കെ അറിയാൻ കണ്ടോ, ഈ ഒരു പൊസിഷനൊക്കെയാണ് നേരത്തെ 4000-ന് താഴേക്ക് വന്നേക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 4000 ഒരു പ്രൊട്ടക്ഷൻ പോലെയാണ് നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നത്.
ആ ഒരു ഇത് ബ്രേക്ക് ചെയ്ത് പോരുകയാണെങ്കിൽ താഴേക്ക് ഉണ്ടാവും 3900 ആ ഒരു പൊസിഷനിലൊക്കെ നല്ല റിയാക്ഷൻ. ചിലപ്പോൾ ഇവിടെയൊക്കെ എടുക്കുമ്പോൾ ചെറിയ റിയാക്ഷൻ തരുമായിരിക്കും, പക്ഷേ നല്ല റിയാക്ഷൻ താഴേക്കുള്ള നമ്മുടെ ഡേയുടെ OBയിലൊക്കെ ആയിരിക്കും ഏറ്റവും ബെറ്റർ ട്രേഡുകൾ. ശരിക്കും ലോങ് ടൈം ഹോൾഡ് ചെയ്യാനായിട്ട്. അതുവരെ നിങ്ങൾക്ക് ചെറിയ ചെറിയ ട്രേഡുകൾ നമുക്ക് രണ്ട് സൈഡിലേക്ക് എടുക്കാം. പക്ഷേ പ്രൈസ് ഇത്രയും ഒരുപാട് മൂവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ സെല്ലെടുത്ത് ലോങ് ടൈം ഹോൾഡ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഈ ലിക്വിഡിറ്റി പകുതിയെങ്കിലും എടുക്കാൻ, ചിലപ്പോൾ ഫുള്ള് കയറി എടുത്തിട്ട് പ്രൈസ് ഇറങ്ങുക. അതാണ് ഗോൾഡിൻ്റെ ബിഹേവിയർ. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്കും നല്ല രീതിയിൽ അനാലിസിസ് ഒക്കെ ചെയ്ത് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കേണ്ടതെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.